പ്രിയപ്പെട്ട കുട്ടികളെ, ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ 12ാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡായെക്കുറിച്ചാണ്. ഈ സൂപ്പർ ക്ലാസ്സിൽ വരുന്ന ക്ലാസ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റേലിയ എന്നീ ക്ലാസ്സുകളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് ആംഫീബിയയെക്കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് ആംഫീബിയയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, amphibians can live in aquatic as well as terrestrial habitat. അപ്പോൾ ഇവിടെ ആംഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ആണ്, രണ്ട്. ബയോ മീൻസ് ലൈഫ്. ഇപ്പോൾ ഡ്യുവൽ ലൈഫാണ്, അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഒരു വിഭാഗം ജീവികളാണ് ക്ലാസ് ആംഫീബിയ. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന ജീവികളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ആംഫീബിയയുടെ ജനറൽ ക്യാരക്ടേഴ്സാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ദേ ലിവ് ഇൻ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ആൻഡ് നീഡ് വാട്ടർ ഫോർ ബ്രീഡിംഗ്. അപ്പോൾ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വാട്ടർ അത്യാവശ്യമാണ്. മറ്റൊരു ക്യാരക്ടർ, ബോഡി ഹാസ് ഹെഡ് ആൻഡ് ട്രങ്ക്, സം ഹാവ് ടെയിൽ. ഇപ്പോൾ ബോഡിക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഹെഡും ട്രങ്കുമാണ്. അപ്പോൾ ചില ജീവികൾക്ക് ടെയിലും കാണപ്പെടുന്നു. അടുത്ത ക്യാരക്ടർ, മോയിസ്റ്റ് സ്കിൻ വിത്തൗട്ട് സ്കെയിൽസ്. അപ്പോൾ അവയുടെ സ്കിന്ന് ഈർപ്പമുള്ളതാണ്. അപ്പോൾ ആംഫീബിയൻസിൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകത എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്? മോയിസ്റ്റ് സ്കിന്നാണ്, വിത്തൗട്ട് സ്കെയിൽസ്. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ചിന് സ്യൂട്ടബിളായിട്ടുള്ള സ്കിന്നാണ് അവയ്ക്കുള്ളത്. മോസ്റ്റ് ഹാവ് 2 pairs ഓഫ് ലിംസ്. അപ്പോൾ മിക്കവാറും ആംഫീബിയൻസിന് 2 ജോഡി ലിംസ് ഉണ്ട്. അപ്പോൾ മുൻകാലുകളും പിൻകാലുകളുമായി 2 pairs ഓഫ് ലിംസാണ് ആംഫീബിയൻസിന് കാണപ്പെടുന്നത്. ഇപ്പം ടിംഫാനം റെപ്രസെൻറ്റ്സ് ഇയർ. അപ്പോൾ ഇയർ ഏതാണ്? ടിംഫാനമാണ് ഇയറായിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ 3 ചേമ്പേർഡ് ഹാർട്ടാണ്, 2 ഓറിക്കിളും 1 വെൻട്രിക്കിളും. അങ്ങനെ 3 ചേമ്പേർഡ് ഹാർട്ടാണ് ആംഫീബിയൻസിന് ഉള്ളത്. അപ്പോൾ ഈ സ്ലൈഡിലെ ക്യാരക്ടേഴ്സ് നമുക്ക് ഒന്നുകൂടെ പറയാം. ദേ ലിവ് ഇൻ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ആൻഡ് നീഡ് വാട്ടർ ഫോർ ബ്രീഡിംഗ്. മറ്റൊരു ക്യാരക്ടർ, ബോഡി ഹാസ് ഹെഡ് ആൻഡ് ട്രങ്ക്, സം ഹാവ് ടെയിൽ. മോയിസ്റ്റ് സ്കിൻ വിത്തൗട്ട് സ്കെയിൽസ്, മോസ്റ്റ് ഹാവ് 2 pairs ഓഫ് ലിംസ്. ടിംബാനം റെപ്രസെൻറ്റ് ഇയർ, 3 ചേമ്പേർഡ് ഹാർട്ട്, 2 ഓറിക്കിൾസ് ആൻഡ് 1 വെൻട്രിക്കിൾ. ആംഫീബിയൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് പോയിക്കിലോതേംസ്. ദേ ആർ കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്നും അറിയപ്പെടും. എന്താണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ് അഥവാ പോയിക്കിലോതേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദോസ് ഓർഗാനിസംസ് വിച്ച് കനോട്ട് റെഗുലേറ്റ് ദിയർ ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ദി വേരിയേഷൻസ് ഇൻ ദി എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ. അതായത് പരിസ്ഥിതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് സ്വന്തം ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ കഴിയാത്ത ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോയിക്കിലോതേംസ് അഥവാ കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി ഡിഫൈൻ ചെയ്യാം. എന്താണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ്? ദോസ് ഓർഗാനിസംസ് വിച്ച് കനോട്ട് റെഗുലേറ്റ് ദിയർ ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ദി വേരിയേഷൻസ് ഇൻ ദി എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ. ഇനി മറ്റൊരു ക്യാരക്ടർ, അലിമെൻ്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺ ഇൻ ടു എ ക്ലോയേക്ക വിച്ച് ഓപ്പൺസ് ടു എക്സ്റ്റീരിയർ. അപ്പോൾ ഈ അലിമെൻ്ററി കനാല്, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇതെല്ലാം ഒരു പ്രത്യേക ആയിട്ടുള്ള പൊതുവായ അറയിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അതാണ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എന്തോ പറയുന്നത്? ക്ലോയേക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ക്യാരക്ടർ, റെസ്പിറേഷൻ ഈസ് ബൈ ഗിൽസ്.
ഇപ്പോൾ ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഇൻഡിറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലാർവയ്ക്കൊക്കെ റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? ഗിൽസ് ആണ് കാണപ്പെടുന്നത്. പിന്നെ ലങ്സ് ഉണ്ട്, മറ്റൊന്ന് സ്കിന്ന്. അപ്പോൾ ഇതൊക്കെ അവയുടെ റെസ്പിറേറ്ററി ഓർഗനാണ്. സെക്സസ് ആർ സെപ്പറേറ്റ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഒവിപാരസ് ആണ്. ഒവിപാരസ് എന്താണ്? ദേ ആർ എഗ് ലേയിങ് അനിമൽസ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് ആണ്. അതായത് ഇവരുടെ ഡെവലപ്മെൻറ്റിൽ എന്തുകൊണ്ട് കാണപ്പെടുന്നു? ലാർവൽ സ്റ്റേജ് ഉണ്ട്. അതായത് ഫ്രോഗിൻ്റെ ലാർവൽ സ്റ്റേജാണ് ടാഡ്പോൾ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രാം ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിലെ ക്യാരക്ടേഴ്സ് നമുക്ക് ഒന്നുകൂടെ പറയാം. ദേ ആർ പോയിക്കിലോതേംസ്. മറ്റൊന്ന് alimentary canal, urinary and reproductive tract open to a cloaca which opens to exterior. റെസ്പിറേഷൻ എങ്ങനെയാണോ? റെസ്പിറേഷൻ ഈസ് ബൈ ഗിൽസ്. ഏതിലാണ്? ലാർവൽ സ്റ്റേജിൽ. ദെൻ ലങ്സ് ആൻഡ് സ്കിൻ. സെക്സസ് ആർ സെപ്പറേറ്റ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഒവിപാരസ്. ദെൻ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ്. അടുത്തതായി ക്ലാസ് ആംഫിബിയയിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതിലൊന്നാണ് ബുഫോ ആണ്. ഇസ് അതർവൈസ് നോൺ ആസ് ടോഡ്. മറ്റൊരു എക്സാമ്പിൾ റാണയാണ്. ഫ്രോഗാണ് റാണ. മറ്റൊന്ന് ഹൈല. ഇസ് അതർവൈസ് നോൺ ആസ് ട്രീ ഫ്രോഗ്. മറ്റൊരു എക്സാമ്പിൾ സലമാൻഡ്രയാണ്. സലമാൻഡർ. അനദർ വൺ എക്തിയോപ്പിസ്. ദറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് ലിംബലസ് ആംഫീബിയ. അപ്പോൾ ഇവയുടെയൊക്കെ ഡയഗ്രാം നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ് ആംഫീബിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമുക്ക് ഒന്നുകൂടെ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിന് ആംഫീബിയ എന്ന് പേര് വരാൻ കാരണം? ആംഫി മീൻസ് ഡ്യുവൽ, ബയോസ് മീൻസ് ലൈഫ്, ഡ്യുവൽ ലൈഫാണ്. അപ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അതായത് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ജീവിതചക്രം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്യുവൽ ലൈഫ്. അപ്പോൾ ലിവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. അപ്പോൾ ഈ രണ്ട് ഹാബിറ്റാറ്റിലും ജീവിക്കാനുള്ള കഴിവ് ഈ ക്ലാസ്സിൽ വരുന്ന ജീവികൾക്കുണ്ട്. മറ്റ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 pairs ഓഫ് ലിംസ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലാണ് ക്ലാസ് ആംഫീബിയ വരുന്നത്. 4 ലിംസ് ഉണ്ട്. അപ്പോൾ 4 അപ്പൻഡേജസ് ആണ് ഇവർക്ക് ഉള്ളത്. ഒരു ബോഡിയെ എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്? ഹെഡ് ആൻഡ് ട്രങ്ക്. ടെയിൽ മേ ബി പ്രസൻറ്റ് ഇൻ സം. ചിലർക്ക് എന്തോ കാണപ്പെടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ടെയിൽ കാണപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ പഠിച്ചത് ആംഫീബിയൻ സ്കിന്നാണ്. ദി ആംഫീബിയൻ സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. അപ്പോൾ അതൊരു അഡാപ്റ്റേഷനാണ് ആംഫീബിയൻസിൻ്റെ. എന്താണ്? ദി ആംഫീബിയൻ സ്കിൻ ഈസ് മോയിസ്റ്റ്. ദി ഐസ് ഹാവ് ഐലിഡ്സ്. ഐലിഡ് എന്ന് വെച്ചാൽ എന്താണ്? കൺപോള. അപ്പോൾ ഐലിഡുണ്ട്, കൺപോളകളുണ്ട്. അതാണ് ഐലിഡ് എന്ന് പറയുന്നത്. ടിംബാനം റെപ്രസെൻറ്റ് ദി ഇയർ. അപ്പോൾ ഇയറായിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണ്? ടിംബാനമാണ്. പിന്നെ അലിമെൻ്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺ ഇൻ ടു എ കോമൺ ചേംബർ കോൾഡ് ക്ലോയേക്ക വിച്ച് ഓപ്പൺസ് ടു ദി എക്സ്റ്റീരിയർ. അപ്പോൾ അലിമെൻ്ററി കനാലിൻ്റെയും യൂറിനറി ബ്ലാഡറിൻ്റെയും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെയും ഒക്കെ ആ ഡക്റ്റുകൾ വന്ന് ഒരു പൊതുവായ ഒരു ചേംബറിൽ, അറയിൽ വന്ന് ചേരുകയാണ്. ആ അറയാണ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അതിനെയാണ് നമ്മളെന്തോ പറഞ്ഞത്? ക്ലോയേക്ക എന്ന പേരിൽ പറഞ്ഞത്. പിന്നെ റെസ്പിറേഷൻ, ശ്വസനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? റെസ്പിറേഷൻ ഈസ് ബൈ ഗിൽസ്. ഇപ്പോൾ വെള്ളത്തിലായിരിക്കുമ്പോൾ ഗിൽസ് ശ്വസനത്തിന് സഹായിക്കും. ഇപ്പോൾ ടെറസ്ട്രിയൽ ലൈഫിൽ ഏതാണ് സഹായിക്കുന്നത്? കരയിലായിരിക്കുമ്പോൾ ലങ്സ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ത്രൂ സ്കിൻ, സ്കിന്നിൽ കൂടെയും ഗ്യാസ് എക്സ്ചേഞ്ചിന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോയിസ്റ്റ് സ്കിന്നാണ് അവയ്ക്കുള്ളത്, ഈർപ്പമുള്ള സ്കിന്നാണ്. ഹാർട്ട് നമ്മൾ 3 ചേമ്പേർഡ് ഹാർട്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. 2 upper 2 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ. അപ്പോൾ കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ് നമ്മൾ പഠിച്ചു. എന്താണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ്? ഒന്നുകൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓർഗാനിസം വിച്ച്
which cannot regulate their body temperature according to the variation in the environmental temperature. അപ്പോൾ പരിസ്ഥിതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് സ്വന്തം ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ കഴിയാത്ത ജീവികളാണ് ഈ ക്ലാസ്സിൽ വരുന്ന ജീവികൾ. അതുകൊണ്ടാണ് അവയെ പോയിക്കിലോത്തേംസ് അഥവാ കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അവയിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഒവിപാരസ് ആണ്. എന്താണ് ഒവിപാരസ്? എഗ് ലേയിങ് അനിമൽസ് ആണ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻഡിറക്റ്റ് ആണ്, അതായത് ലാർവൽ സ്റ്റേജ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ക്ലാസ് BBAയിൽ പഠിച്ചത്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത ക്ലാസ് റെപ്റ്റേലിയയാണ്. ദി ക്ലാസ് നെയിം റെഫേഴ്സ് ടു ദിയർ ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ. അപ്പോൾ ഏത് രീതിയിലാണ് അവ സഞ്ചരിക്കുന്നത്? ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനാണ്. അപ്പോൾ ഇഴജന്തുക്കളാണ് ഈ ക്ലാസ്സിൽ വരുന്ന ജീവികൾ. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ് റെപ്റ്റേലിയയുടെ ജനറൽ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി അവയുടെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ, എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ്, ഇതൊക്കെയാണ് റെപ്റ്റൈൽസിൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകത. അപ്പോൾ ടെറസ്ട്രിയൽ ലൈഫിന് അനുകൂലമായിട്ടുള്ള ഒരു സ്കിന്നാണ് അവയ്ക്കുള്ളത്. ഇപ്പോൾ കരയിൽ ജീവിക്കുന്നതിന് അവയുടെ സ്കിൻ എത്രമാത്രം സ്യൂട്ടബിളാണ് എന്നുള്ള രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് അവയുടെ സ്കിന്നിൻ്റെ പ്രത്യേകത? ഡ്രൈ ആണ്, പിന്നെന്താണ്? കോർണിഫൈഡ് സ്കിൻ, പിന്നെ എപ്പിഡെർമൽ സ്കെയിൽസ് ഉണ്ട്. എന്താണ്? സ്കെയിൽ ശൽക്കങ്ങളുണ്ട്, ഓർ സ്ക്യൂട്ട്സ്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അലിഗേറ്ററിൻ്റെ സ്ക്യൂട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ക്യാരക്ടറാണ് സ്നേക്സ് ആൻഡ് ലിസാർഡ് ഷെഡ് ദെയർ സ്കെയിൽസ് ആർ സ്കിൻ കോസ്റ്റ്. അപ്പോൾ സ്കിൻ കോസ്റ്റ്, പടം പൊഴിക്കൽ എന്ന ഒരു പ്രത്യേകത ഈ ക്ലാസ്സിൽ വരുന്ന ജീവികൾക്കുണ്ട്. പാമ്പുകൾ പടം പൊഴിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈഡ്, ഈ സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രാം കാണാൻ കഴിയും. സ്കിൻ കോസ്റ്റ്. അപ്പോൾ അവയുടെ സ്കെയിൽസ് നീക്കം ചെയ്യുന്ന ആ ഒരു പ്രത്യേകതയാണ്, ആ പ്രതിഭാസത്തെയാണ് നമ്മളെന്തോ പറയുന്നത്? സ്കിൻ കാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് റെപ്റ്റൈൽസിൻ്റെ ഒരു പ്രത്യേകതയാണ്. റെപ്റ്റൈൽസിലായത് അനിമൽസാണ് കാണിക്കുന്നത്, സ്നേക്സ് ആൻഡ് ലിസാർഡ്സ്. മറ്റൊരു ക്യാരക്ടർ ലിംസ് 2 pairs ആണ്. അപ്പോൾ ലിംസ് ഉണ്ടെങ്കിൽ അവയ്ക്ക് എത്ര പേരുണ്ട്? 2 പേർ. പക്ഷേ ലിംസ് ഇല്ലാത്ത ജീവികളും ഈ ക്ലാസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സ്നേക്സ് ലിംബ്ലെസ് റെപ്റ്റൈൽസ് ആണ്. അപ്പോൾ കാലും കൈയും ഇല്ലാത്തവരാണ്. പിന്നെ അവയുടെ ലോക്കോമോഷൻ നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ്? ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനാണ്. അപ്പോൾ ഇഴജന്തുക്കളാണ് ഈ ക്ലാസ്സിൽ വരുന്ന ജീവികൾ. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിന് റെപ്റ്റേലിയ എന്ന പേര് തന്നെ വരാൻ കാരണം. ക്രീപ്പിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനാണ്, ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ആയതുകൊണ്ടാണ് റെപ്റ്റേലിയ എന്ന പേര് ഈ ക്ലാസ്സിന് വരാൻ കാരണം. മറ്റൊരു ക്യാരക്ടർ ടിംബാനം റെപ്രസെൻറ്റ്സ് ഇയർ. അപ്പോൾ ഇയറായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? ടിംബാനമാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം അവയുടെ സ്കിന്നിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ, എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ്. അത് കഴിഞ്ഞ് സ്കിൻ കോസ്റ്റ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? സ്നേക്സ് ആൻഡ് ലിസാർഡ് ഷെഡ് ദെയർ സ്കെയിൽസ് ആസ് സ്കിൻ കോസ്റ്റ്. പിന്നെ ലിംസ് 2 pairs ആണ്. ഈ പ്രസൻറ്റ് ഉണ്ടെങ്കിൽ 2 pairs. പിന്നെ അവയുടെ ലോക്കോമോഷൻ ഏത് രീതിയിലാണ്? ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനാണ്. ടിംബാനം റെപ്രസെൻറ്റ് ഇയർ. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ പഠിക്കുവാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ 3-chambered ഹാർട്ട്, ബട്ട് എ സെപ്റ്റം പാർഷ്യലി സെപ്പറേറ്റ് വെൻട്രിക്കിൾ. പാറിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വെൻട്രിക്കിൾ എങ്ങനെയാണ്? എ സെപ്റ്റം പാർഷ്യലി സെപ്പറേറ്റ് വെൻട്രിക്കിൾ. പൂർണ്ണമായും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല വെൻട്രിക്കിൾ. പാർഷ്യലായിട്ട് മാത്രമേ, ഭാഗികമായി മാത്രമേ വെൻട്രിക്കിൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. എങ്കിലും 3-chambered ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഹാർട്ട് ഈസ് 4-chambered ഇൻ ക്രോക്കഡൈൽസ്. പക്ഷേ ക്രോക്കഡൈൽസിൽ എങ്ങനെയാണ്? ഓറിക്കിളും
വെൻട്രിക്കിളും പൂർണ്ണമായി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്രോക്കഡൈൽസിൽ 4 ചേമ്പേർഡ് ഹാർട്ടാണ് കാണപ്പെടുന്നത്. മറ്റു റെപ്റ്റൈൽസിൽ എങ്ങനെയാണ്? 3 ചേമ്പേർഡ് ഹാർട്ടാണ്. പക്ഷേ വെൻട്രിക്കിൾ പാർഷ്യലായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഒരു പോയിക്കിലോതേംസ് ആണ്. പോയിക്കിലോതേംസ് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്. എന്താണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദോസ് ഓർഗാനിസം വിച്ച് കനോട്ട് റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ദി വേരിയേഷൻസ് ഇൻ ദി എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? പരിസ്ഥിതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് സ്വന്തം ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ കഴിയാത്ത ജീവികളെയാണ് നമ്മളെന്തോ പറയുന്നത്? കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പേരാണ് പോയിക്കിലോതേംസ് എന്നുള്ളത്. അപ്പോൾ റെപ്റ്റൈൽസിൽ വരുന്ന ജീവികൾ പൊതുവെ പോയിക്കിലോതേംസ് ആണ്. മറ്റൊരു ക്യാരക്ടർ വെൽ ഡെവലപ്ഡ് ആലിമെൻ്ററി കനാലാണ്. റെസ്പിറേഷൻ എങ്ങനെയാണ്? ബൈ ലങ്സ്. റെസ്പിറേഷൻ ബൈ ലങ്സ്. ദെൻ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഒവീപ്പാരസ്. ഒവീപ്പാരസ് എന്താണ്? എഗ് ലേയിങ് അനിമൽസ് ആണ്, മുട്ടയിടുന്നവരാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റാണ് ഇവയിൽ കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സാണ് ഈ സ്ലൈഡിൽ പറയുന്നത്? ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഭൂരിഭാഗം ജീവികളും എങ്ങനെയാണ്? 3 ചേമ്പേർഡ് ഹാർട്ടാണ്. പക്ഷേ 2 ഓറിക്കിളും വെൻട്രിക്കിളും എങ്ങനെയാണ്? പാർഷ്യലി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, ഭാഗികമായി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ക്രോക്കഡൈൽ എങ്ങനെയാണ്? പൂർണ്ണമായും 4 ചേമ്പേർഡ് ഹാർട്ടാണ്. ഓറിക്കിളും വെൻട്രിക്കിളും സെപ്റ്റം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് പോയിക്കിലോതേംസ് ആണ്. വെൽ ഡെവലപ്ഡ് ആലിമെൻ്ററി കനാലാണ്. റെസ്പിറേഷൻ ബൈ ലങ്സ്. ദെൻ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. എഗ് ലേയിങ് അനിമൽസ് ആണ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഡയറക്റ്റാണ്. ഇനി ക്ലാസ് റെപ്റ്റൈലിൽ വരുന്ന എക്സാമ്പിൾസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാണ് കലോണി ഓർ ടർട്ടിൽ, മറ്റൊന്ന് ടെസ്റ്റുഡ് ഓർ ടോർട്ടോയിസ്, മറ്റൊരു എക്സാമ്പിൾ കെമിലിയോൺ ഓർ ട്രീ ലിസാർഡ്, അനദർ വൺ ഹെമിഡാക്ടൈലസ് ഓർ വാൾ ലിസാർഡ്, then calotis or garden lizard, then crocodilus or crocodile, alligator. അപ്പോൾ ഇത്രയും ജീവികളുടെ ഡയഗ്രാം നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ക്ലാസ് റെപ്റ്റൈലിൽ വരുന്ന മറ്റൊരു വിഭാഗം ജീവികളാണ് സ്നേക്സ്. അപ്പോൾ അവ പോയ്സണസ് സ്നേക്സും ഉണ്ട്, നോൺ പോയ്സണസ് സ്നേക്സും ഉണ്ട്. അപ്പോൾ പോയ്സണസ് സ്നേക്സിന് എക്സാമ്പിളാണ് നാജ, സർവീസ് നോണസ് കോബ്ര, ദെൻ ബെങ്കോറസോർ ക്രീറ്റ്, ദെൻ വൈപ്പർ. അതുപോലെ തന്നെ നോൺ പോയ്സണസ് സ്നേക്സിനൊരു എക്സാമ്പിളാണ് പൈതോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത്. നമുക്ക് ഈ ക്ലാസ്സിലെ ക്യാരക്ടേഴ്സ് ഒന്നുകൂടെ പറയാം. എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ? The class name refers to their creeping or crawling mode of locomotion. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിന് റെപ്റ്റൈലിയ എന്ന പേര് വരാൻ കാരണം. പിന്നെ അവയുടെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയായിരുന്നു? ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സ്കിന്നാണ് അവയ്ക്കുള്ളത്. ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ, എപ്പിഡെർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ്. They do not have external ear opening. അല്ലേ? ടിംബാനം റെപ്രസെൻറ്റ് ഇയർ. ഇപ്പോൾ ഇയറായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്? ടിംബാനമാണ്. ഇപ്പോൾ ലിംസ് ഉണ്ടെങ്കിൽ എത്രയുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 2 pairs ആണ്. ഹാർട്ടിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ്? യൂഷ്വലി സാധാരണഗതിയിൽ 3 ചേമ്പേർഡ് ഹാർട്ടാണ്. 3 ചേമ്പേർഡ് ആണെങ്കിലും വെൻട്രിക്കിൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഭാഗികമായി ഈ ഇൻകംപ്ലീറ്റ് സെപ്റ്റം കൊണ്ടാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ 4 ചേമ്പേർഡ് ഹാർട്ടുള്ള ഒരു റെപ്റ്റൈലാണ് ഏതാ? ക്രോക്കഡൈൽ എന്ന് പറയുന്നത്. അപ്പോൾ റെപ്റ്റൈൽസ് പോയിക്കിലോതേംസ് ആണ് നമ്മൾ പറഞ്ഞു. എന്താണ് പോയിക്കിലോതേംസ്? കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്. പിന്നെ സ്നേക്സ് ആൻഡ് ലിസാർഡ് ഷെഡ് ദെയർ സ്കെയിൽസ്. ആ സ്കിൻ കോസ്റ്റ് അത് നമ്മൾ പഠിച്ചതാണ്. സെക്സസ് എങ്ങനെയാണ്? സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ ആണ്. ദേ ആർ ഒവീപ്പാരസ് ആണ്. എന്താണ് ഒവീപ്പാരസ്? എഗ് ലേയിങ് അനിമൽസ് ആണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഈസ് ഡിറക്റ്റ്.
അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് ക്ലാസ് റെപ്റ്റേലിയയിൽ പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മളിന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ക്ലാസ് ആംഫീബിയയെക്കുറിച്ചും ക്ലാസ് റെപ്റ്റേലിയയെക്കുറിച്ചുമാണ്.